അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബുഷിയും ഹസ്ബൻഡ് അൻഷിഫും അതാ അവളുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഉമ്മ അവരെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ അജ്മൽ വിളിച്ചു. ഹലോ ഉമ്മ, ഈദ് മുബാറക്. ഈദ് മുബാറക് മോനെ. അല്ലുമ്മ, എവിടെ? അവരെത്തിയോ? ബുഷിയും അനുവും വന്നോ? ഇല്ല മോനെ, എത്തിയിട്ടില്ല. എന്താന്നാവോ, ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. ആ, ഉമ്മ അവന് വിളിച്ചില്ലേ? ആ വിളിച്ചിരുന്നു, വിളിച്ച് പറഞ്ഞതായിരുന്നു. അപ്പന് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പൊ വരുമായിരിക്കും. ഏതായാലും നോക്കട്ടെ, ഞാൻ കാത്തിരിക്കാണ്. ഉമ്മ ആരുമില്ലായിട്ട് ഉമ്മ ഒറ്റക്കായിരിക്കും അല്ലേ? എൻ്റെ പൊന്നാര കുട്ടിയെ, എന്തായാലും അവരിങ്ങോട്ട് എത്തുമല്ലോ. എന്നാലും വേണ്ടില്ല, നിങ്ങളൊക്കെ സമാധാനത്തിൽ ജീവിച്ചാൽ മതി. അതേ ഉള്ളൂ ഉമ്മാക്ക്. ഞാൻ ഒറ്റക്ക് ജീവിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ബുഷി പോയതിനു ശേഷം എനിക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ അതിലേറെ സന്തോഷമുണ്ട്. കാര്യം അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, നല്ലൊരു ഭർത്താവിൻ്റെ കൂടെ അവൾ ജീവിക്കുന്നുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ സന്തോഷമാണ് മോനെ. അല്ലാതെ വേറെ ഉമ്മാക്ക് വിഷമമൊന്നുമില്ല. ഉമ്മാക്ക് ഇപ്പോൾ അയൽവാസികളും അവരൊക്കെ ഇതുവരെ സംസാരിക്കാനോ ഇതിനൊക്കെ വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ പിന്നെ അത്ര പേടിയുള്ള സ്ഥലമൊന്നും അല്ലല്ലോ. മോനെ വിഷമിക്കണ്ട. ആ മോനെ, ആ കാറിൻ്റെ ശബ്ദം കേൾക്കണ്ടേ? ഞാൻ പോയി നോക്കട്ടെ. ആ ഉമ്മ ചെല്ലി. എന്നാൽ അങ്ങനെ അതാ അജ്മൽ ഫോൺ കട്ട് ചെയ്തു. ഈ സമയം അതാ ബുഷിയും ഹസ്ബൻഡും വരുന്നു. ഉമ്മ പെട്ടെന്ന് ഓടി ഗേറ്റ് തുറന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട്. ആ മക്കളെ, എന്നിട്ട് കയറിക്കോളി, വരി. സ്നേഹത്തോടെ ഉമ്മ വിളിച്ചു. എന്നാൽ ബുഷി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഉമ്മ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട്. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ, എന്താ മോളെ നീ ഇങ്ങനെ കരയുന്നത്? മോനെ, കയറി വരി. ആ, സ്നേഹത്തോടെ ഉമ്മ അവരെ വരവേറ്റു. എന്തൊക്കെയാ മോനെ വർത്താനങ്ങളെ? വീട്ടിൽ ഉമ്മാനും കൂട്ടിക്കൂടിയിരുന്നോ? എന്തേ ഉമ്മാനെ കൂട്ടാതെ വന്നത്? ഉമ്മ വന്നില്ല, നിങ്ങൾ പോയിട്ട് വരി എന്ന് പറഞ്ഞു. ആ മോനെ, ഇതാ ഉമ്മ അവൻക്ക് അതാ കുടിക്കുവാനുള്ള വെള്ളവും ഫുഡും എല്ലാം എടുത്തു വെക്കുന്നു. ഇരിക്കട്ടെ മോനെ. അങ്ങനെ അതാ ഉമ്മ ഉണ്ടാക്കിയ ഫുഡെല്ലാം അവർക്ക് വിളമ്പി. അവൻ പറഞ്ഞു, ഉമ്മ കുറച്ച് മതി, കാരണം വീട്ടിൽ നിന്ന് കഴിച്ചത് പോലും ദഹിച്ചില്ല. പൊന്നു മോനെ, എന്തായാലും പെരുന്നാളല്ലേ, കുറച്ച് ടേസ്റ്റ് നോക്ക്. ഇവിടെ പിന്നെ ആരുമില്ല. ആ, ഇവിടെ അയൽപക്കത്തെ കുട്ടികളൊക്കെ വന്നിരുന്നു, അവരൊക്കെ കുറച്ചൊക്കെ കഴിച്ചു പോയി. പിന്നെ അജ്മൽ വിളിച്ചിരുന്നോ? ആ, അവനിപ്പോൾ വേണ്ടി വിളിച്ചു വെച്ചു. ആ, നീ വന്നിട്ടത് വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴേക്കും അതാ ഉമ്മയുടെ ഫോൺ വീണ്ടും ബെല്ലടിക്കുന്നു. ആ, ഇത് മോനെ വിളിക്കുന്നുണ്ട്. ഹലോ മോനെ, ഓല് എത്തിക്കണം കേട്ടോ. ആ ഉമ്മ ഒന്ന് കൊടുത്ത് അളിയൻ്റെ കയ്യില്. ഹലോ. ആ അളി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എന്തൊക്കെയുണ്ട്, സുഖല്ലേ, റാഹത്തല്ലേ? ഈദ് മുബാറക്. ആ, ഈദ് മുബാറക്. ഓക്കെ, എങ്ങനെയൊക്കെയുണ്ട്, സുഖല്ലേ? അവിടെ ചൂടൊക്കെ തുടങ്ങിയോ? ആ, ഇപ്പം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ആ, കുഴപ്പമില്ല. ഓക്കെ. ആ, പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ പോകുന്നു? ആ, അങ്ങനെ പോകുന്നുണ്ട്. ബുഷി അവള് ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് ഇപ്പോൾ ലീവ് എടുത്തതാണ്. ആ, ഓക്കെ. ഏതായാലും നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്ക്. ഓക്കെ, ഇൻഷാ അല്ലാ. എന്നാൽ വിളിക്കാട്ടോ. അങ്ങനെ അജ്മൽ അതാ അളിയനുമായി സംസാരിച്ചു നല്ല രീതിയിൽ. ഉമ്മക്കും വല്ലാത്ത സന്തോഷം. എന്തായാലും മരുമകനായ ഒരു ഡോക്ടറെ കിട്ടിയതും വലിയൊരു ഭാഗ്യം തന്നെ. അതും നല്ല സ്വഭാവമുള്ള ഒരു ഡോക്ടറും. എന്നാൽ ഈ സമയം അതാ ഡോക്ടറുടെ ഉമ്മ വിളിക്കുന്നു. ഹലോ ഉമ്മ. ആ മോനെ, എത്തിയില്ലേ? ആ ഉമ്മ എത്തി. ആ, ആയിക്കോട്ടെ. പിന്നെ ധൃതി പിടിച്ച് ഇന്ന് വരണമെന്നില്ല, അവിടെ നിന്നോ കേട്ടോ. പിന്നെ ടൂർ എവിടേക്കും പോകാണ്ടെങ്കിൽ അങ്ങനെയും പോയിക്കോ. എനിക്ക് ധൃതിയൊന്നുമില്ല, ഇവിടെ ഞാൻ ഒറ്റക്കാന്നുള്ള പേടിയും. മോൻ പേടിക്കണ്ട, എനിക്കൊക്കെ വരുമല്ലോ ചിലപ്പോൾ അങ്ങോട്ട്. ആ, പിന്നെ മോന് എന്തായാലും എവിടേക്കെങ്കിലൊക്കെ കാണാൻ പോയിക്കോളി. പെട്ടെന്ന് നാളെ ഡ്യൂട്ടി ഉണ്ടോ? ഉമ്മ ഡ്യൂട്ടി ഉണ്ട്, ഇന്ന് തന്നെ ഉണ്ട്. അത് സാരല്ല മോനെ, പെരുന്നാളിന് നമുക്ക് പെരുന്നാളെന്നൊക്കെ വെച്ചാൽ ഒരു സന്തോഷമുള്ള ആഘോഷിക്കേണ്ട ദിവസങ്ങളല്ലേ. അന്നും ഡ്യൂട്ടി പൈസ വിചാരിച്ച് നിന്നാലെങ്ങനെ? ലീവ് എടുത്തേക്ക്, സാരല്ല. 2 ദിവസം ലീവ് എടുത്തിട്ട് പോയാൽ മതി. ഉമ്മ അത് പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ. എന്നാൽ ഈ സമയം ബുഷിയുടെ ഉമ്മ, മോനെ ഇന്ന് പോവണ്ട കേട്ടോ. നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? എനിക്ക് ഡ്യൂട്ടി ഉള്ളതല്ലേ. എന്നാലും മോനെ, ഒരു ദിവസം ഇവിടെ നിന്നിട്ടേ ഇല്ലല്ലോ, ഒരു ദിവസം നിന്നൂടെ? എന്നാൽ ഈ സമയം ബുഷിയോട് ഉമ്മ ഓരോന്ന് ചോദിക്കുന്നു. അല്ല മോളെ, മോൾക്ക് സുഖം തന്നെ അല്ലേ? ഞാൻ പിന്നെ അങ്ങോട്ട് വല്ലാതെ വന്നിട്ടുമില്ല. അതെ ഉമ്മ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവിടേക്ക് ഒരു കാറ് വരുന്നു.
അത് മറ്റാരുമല്ലായിരുന്നു, അമ്മായിയായിരുന്നു. അമ്മായിയും അമ്മായിയുടെ മക്കളൊക്കെ വരുന്നുണ്ട്. ഉമ്മ. ബുഷി ഉമ്മയെ വിളിച്ചു. ആ, അമ്മായി മക്കളും വരുന്നുണ്ട്. ഇന്ന് നേരത്തെ വന്നല്ലേ, എന്തേ ഇപ്പൊ തോന്നിയത്? മറ്റേത് എന്നും ലേറ്റ് ആവും. ആ, ഏതായാലും നിങ്ങളെ ബാപ്പ ഉള്ളെന്നൊക്കെ ഒരു വേഗം വന്നീനോ. പിന്നെ ബാപ്പാന്റെ മരണം കഴിഞ്ഞതിന്റെ ശേഷം കുറച്ച് വരാതായി തുടങ്ങി. ഇപ്പൊ പിന്നെയും തുടങ്ങിക്കണ്. വൈകുന്നേരമൊക്കെ വരല്ലേ, എന്നാലും ഇത്ര നേരത്തെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കേറി. മക്കളെല്ലാം അവരോട് അമ്മായിയോട് സലാം പറഞ്ഞു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അമ്മായി ബുഷിയെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു. മോളെ ബുഷി. അമ്മായി. എന്നാൽ അമ്മായിയെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ കരഞ്ഞു പോയി. എന്താ ബുഷിയെ? മോൾക്ക് എന്താ, സുഖല്ലേ? റാഹത്തല്ലേ? അമ്മായി. അതെ. അല്ല, ഡ്യൂട്ടിക്കൊക്കെ പോകണ്ടെന്ന് പറഞ്ഞിട്ടു. അതിപ്പോ ഇപ്പത്തിന് ഡ്യൂട്ടിക്കൊക്കെ പോയാലേ മധുവതി തീരുന്ന മുമ്പേ ഡ്യൂട്ടിക്കൊക്കെ പോവോ മോളെ? അതിനെന്താ, അതൊക്കെ അല്ലെങ്കിലും ഡോക്ടർമാരൊക്കെ ആവുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ, അവർക്ക് ഒഴിവുണ്ടാവില്ലല്ലോ. ഏതായാലും ഇൻഷാ അല്ലാ ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ. വൈകാതെ തന്നെ അത് കേൾക്കുന്ന പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അമ്മായി. മോളെ, അതിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യം ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നതേ ഞങ്ങൾക്കും ഉണ്ടാവില്ലേ കാണാൻ ഒരു പൂതി. എന്നാൽ അത് കേട്ടപ്പോൾ ബുഷി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അമ്മായി പറഞ്ഞ കാര്യം ഓർത്ത്. കാര്യം മറ്റൊന്നുമല്ല, ഒരു പക്ഷേ. അല്ല മോളെ, ഇവിടെ വന്നാ. അവളെ പിടിച്ചുകൊണ്ട് അമ്മായി ആ റൂമിലേക്ക് പോയി. അല്ല, പുതിയാപ്പിള എങ്ങനെ ഉണ്ടടി? ഞാൻ എന്നോട് പിന്നെ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കണ മോശമല്ലേ? ഞാൻ എൻ്റെ ഉമ്മാനോട് വിളിച്ച് ചോദിക്കലുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉമ്മ പറയും റാഹത്താണ്ടി, സുഖമാണ്, എല്ലാം കൊണ്ടും സുഖമാണ്, നല്ല സ്വഭാവമുള്ള ഉമ്മയാണ് എന്നൊക്കെ പറയുമ്പോഴൊരു സമാധാനമാണ്. അപ്പോൾ ഞാൻ പിന്നെ അന്ന് നേരിട്ട് കാണാനും എനിക്ക് പറ്റിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. എല്ലാം കൂടി ആയപ്പോഴേ. അല്ല മോളെ, സത്യം പറ, റാഹത്തല്ലേ എനിക്ക്? അവൾ അമ്മായിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. എന്നാൽ ഈ സമയം ബുഷി. അതേ പെണ്ണെ, നിന്റെ പുതിയാപ്പിള വിളിക്കുന്നേ, ഒന്ന് പോയി നോക്ക്. പെട്ടെന്ന് ബുഷി അങ്ങോട്ട് എത്തി. എന്തീക്ക, നമുക്കൊന്ന് പോയാലോ? പോകേ? അപ്പോൾ ഉമ്മ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ടൂറ് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണല്ലോ. ഉമ്മ അങ്ങനെ പലതും പറയും എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പിന്നെ പോകണം ഇന്ന്. ഇക്ക, നിങ്ങളെന്ത് പറയുന്നത്? ഇന്ന് പെരുന്നാൾക്ക് ഇന്ന് ഇവിടെ നിൽക്കുക, ആദ്യത്തെ പെരുന്നാളല്ലേ. ഇന്നെന്തത്ര ധൃതി? അത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളി വരും ഇപ്പോൾ, എവിടെ എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ അത് കേട്ടപ്പോൾ ബുഷിക്ക് വല്ലാത്ത സങ്കടമായി. എന്നാലും ഇക്ക, നാളെ പോക്ക പ്ലീസ്. നിനക്കത് പറഞ്ഞാൽ മതി, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം. ഒരു ദിവസം പോലും ലീവില്ലെന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു വിഷമം തന്നെയല്ലേ. എന്നാൽ ഈ സമയം ബുഷി സങ്കടപ്പെട്ടിരിക്കുന്നത് ഉമ്മ കണ്ടു. അമ്മായി, എന്താ മോളെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അത് ഇക്കൊന്ന് പോണെന്ന് പറയണ്ട്. ഉമ്മ പറഞ്ഞു. എന്താ ഇത്, എപ്പോഴും ഡ്യൂട്ടി കാര്യങ്ങൾ വെച്ച് നിന്നാലെങ്ങനെ? കുടുംബത്തോടൊപ്പം അല്പസമയം നിൽക്കാതെ എന്ത് ഡ്യൂട്ടിയാണിത്? ഇതിപ്പോൾ ഒരു ദിവസം ലീവ് എടുത്ത് വിചാരിച്ചിട്ടിപ്പോൾ എന്താ? അല്ലെങ്കിൽ ഡോക്ടർമാരെ കൊണ്ട് കെട്ടിച്ചാൽ അങ്ങനെ തന്നെ ഒഴിവുണ്ടാവുമല്ലോ ഓൾക്ക്. പക്ഷെ അജ്മലിൻ്റെ പറയണം, ഉമ്മ ഡോക്ടറല്ലേ, നല്ലതല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും തന്നെ തോന്നി അതെ നല്ലത് തന്നെയല്ലേ. ഇതിപ്പോൾ ഒരിക്കലും ലീവ് ഇല്ലാത്ത പോലെയാണ്. ഏതായാലും പൊന്നു മോളെ, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ ഏതാ അൻഷിഫിൻ്റെ അടുത്തേക്ക് ഉമ്മ വരുന്നു. മോനെ, ഇന്ന് പോകണ്ട കേട്ടോ, നാളെ പോയാൽ പോരെ? ഉമ്മ എന്താ വിളിക്കുന്നുണ്ടോ? ഉമ്മ പറഞ്ഞ് 2 ദിവസം ടൂറ് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാ. പിന്നെന്താ മോനെ, എല്ലാ മക്കളും പോകുന്നത് പേടിച്ചിട്ട്, ഉമ്മമാരെ പേടിച്ചിട്ടായിരിക്കും. പക്ഷേ നിങ്ങളുമ്മ എന്തോ ഒരു നല്ല സ്വഭാവത്തിനുടമയാണ്. പിന്നെന്താ? അതൊന്നുമില്ല ഉമ്മ, എനിക്ക് ഡ്യൂട്ടി ഉണ്ടാകും, പിന്നെ പെട്ടെന്ന് വിളിച്ചാൽ ഇവിടെ നിന്നൊക്കെ പോരൽ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇന്നെന്തായാലും ലീവല്ലേ, ഒരു ദിവസങ്ങളിൽ ലീവില്ല ഞാൻ പിന്നെ ഇപ്പം എന്താ? ജീവിതം വേണ്ടേ നിങ്ങൾക്ക്? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കുറച്ചൊക്കെ നമ്മൾ എൻജോയ്മെൻറ്റും കാര്യങ്ങളെല്ലാം വേണം, അല്ലാതെ വെറും ഡ്യൂട്ടി ക്യാഷ് എന്നുള്ള രീതിയിലല്ല. എന്താ മോനെ ഇങ്ങനെ? എന്നാൽ ഈ സമയം അതാ അജ്മൽ വിളിക്കുന്നു. ഹലോ. ഉമ്മ. മോനെ, എന്തിപ്പോൾ ഒന്നിപ്പോൾ 2-3 പ്രാവശ്യം വിളിക്കുകയാണല്ലോ. ഉമ്മ, ഷാമിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? ഏതായാലും ഈ ഇല്ലെങ്കിലും ഓൻ വരും, നല്ലൊരു മോനാണ്. എന്തായാലും ഇത് പരിചയപ്പെടുത്തിയത് നല്ലൊരു മോനെ തന്നെയാണ്.
ആയിക്കോട്ടെ മോനെ, ഈ ഇല്ലെങ്കിലും ഇപ്പൊ എന്താ, അല്ലെങ്കിലും ഫ്രണ്ട്സുകള് ഇല്ലെങ്കിൽ എന്നാൽ ഒരു ബന്ധം എപ്പോഴും വേണമല്ലോ, നിങ്ങൾ തമ്മിൽ കാണുന്നില്ലെങ്കിലും. ആയിക്കോട്ടെ മോനെ. മോളെ ബുഷി. ആ ഉമ്മ. പിന്നെ നിന്റെ പഴയ കൂട്ടുകാരൻ വരുന്നുണ്ട്, നമ്മളെ അജ്മലിന്റെ ഫ്രണ്ട് ഇല്ലേ, ഗൾഫിൽ നിന്ന് പരിചയപ്പെട്ട, അവന് വരുന്നുണ്ട്. ആരുമ്മ? ഷാമിലേ, അതന്നല്ലോ അവന്റെ പേര്. അവൻ വരുന്നുണ്ട്. എന്നാൽ അത് കേട്ടപ്പോൾ ബുഷിയുടെ കൈകാലുകൾ തളർന്നു പോയി. ഉമ്മ എന്താടി? ഏതായാലും നിങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് വന്നതായിരിക്കും, എന്തായാലും വേണ്ടില്ല. എന്നാൽ ഈ സമയം അതാ ഷാമിലിനെ അജ്മൽ വിളിച്ചതാണ്. അല്ലടാ, എന്തൊക്കെയാണ്, പെരുന്നാൾക്ക് എങ്ങനെയുണ്ട്? നീ എന്താ വീട്ടിലൊന്നും പോണില്ലേ? ഞാൻ അവിടെ ഇല്ലാന്ന് വിചാരിച്ചത്, നീ പോകാതിരിക്കരുത്. ഉമ്മാക്ക് നിന്നെ കാണുന്നൊക്കെ ഒരു സന്തോഷാണ്, എന്നെ കാണുന്ന പോലെയാണ് നിന്നെ കാണുന്നതും, അതുകൊണ്ട് നീ ചെല്ലണം വീട്ടിലേക്ക്. എടാ, ഞാനിപ്പോ പോകുന്നില്ല, ഞാൻ ഉപ്പയെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്. ഉപ്പാക്ക് എങ്ങനെയുണ്ട്? ഉപ്പാക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ തന്നെയാലും എടാ ഷാമിൽ, നീ ഒന്ന് വീട്ടിലേക്ക് ചെല്ലടാ. ഏതായാലും അളിയനും പെങ്ങളൊക്കെ വരുമായിരിക്കും, എന്തായാലും നീ ഒന്ന് ചെല്ലേ. അവിടെ ഉമ്മ ഒറ്റക്കായിരിക്കും, ഒരു സന്തോഷമല്ല നിന്നെ കാണുമ്പോൾ. എന്നാൽ ഷാമിൽ പരമാവധി അത് മടിച്ചു. അത് ഞാനിപ്പോൾ തൽക്കാലം, കാര്യം മറ്റൊന്നുമല്ല, ചെറിയൊരു പ്രശ്നമുണ്ട് സിനാനുമായിട്ട്. ഡോക്ടർ സിനാനുമായുള്ള ആ ഒരു പ്രശ്നത്തിന് ശേഷം ശരിക്കും അൻഷിഫിനെ അവൻ ഫേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ. പക്ഷേ ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ലല്ലോ, എന്തായാലും വേണ്ടില്ല, അവരെയും ഡോക്ടറെയും ഒക്കെ കാണാം, ബുഷിയെയും കാണാം എന്നുള്ള രീതിയിൽ അതാ അവൻ അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നാൽ അൻഷിഫ് അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് ഷാമിൽ കാറുമായി മുറ്റത്തേക്ക് വന്നത്. കാറിൽ ആരാണ് വരുന്നത് എന്നറിയാൻ വേണ്ടി അൻഷിഫ് ഒരു നിമിഷം അങ്ങോട്ട് നോക്കിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയത് മറ്റാരുമായിരുന്നില്ല, അത് ഷാമിലായിരുന്നു. ഷാമിലിനെ കണ്ടപ്പോൾ ശരിക്കും ഡോക്ടർ ഒന്ന് ഞെട്ടി. ഇതാ മറ്റവനല്ലേ, അത് അവളുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന അവന്. ശരിക്കും അൻഷിഫിന് എന്ത് ചെയ്യണമെന്നായി പോയി. എന്നാൽ ഷാമിലിനെ കണ്ടതും അവൻക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൻ നേരെ അതാ ബുഷിയെ വിളിക്കുന്നു. ബുഷി, പോരെ, നമുക്ക് പോകാം. ഇക്ക, അതെന്താ ഇപ്പൊ തന്നെ ഫുഡ് പോലും ശരിക്കും കഴിക്കാതെ കയറാനാ പറഞ്ഞത്? പോര്, നീ വേഗം വാ. അതെ, അല്പം ദേഷ്യത്തോടു കൂടിയാണ് ഡോക്ടർ അവളെ വിളിച്ചത്. എന്നാൽ ഈ സമയം ഷാമിൽ കാർ ഇറങ്ങി അതാ ഉമ്മ എന്ന് വിളിച്ചു വരുന്നു. എന്നാൽ അൻഷിഫ് ഒരു നിമിഷം, ഉമ്മ ആരുടെ ഉമ്മയാണാവോ, അവൻ എന്ത് വകയിലെന്നാവോ ഉമ്മ എന്ന് വിളിക്കുന്നത്? കെട്ടാൻ നിൽക്കുന്ന പെണ്ണല്ലായിരുന്നോ? ആ വകയിലായിരിക്കും. മോനെ, ആരിത്? ഷാമിലോ? വാടാ, അജ്മൽ വിളിച്ചിരുന്നോ? നീ വരുന്നൊക്കെ പറഞ്ഞിരുന്നു. അതേ ഉമ്മ. എന്നാൽ അവനോട് കൂടുതലായിട്ട് സ്നേഹം കാണിക്കുന്ന പോലെ അതാ അൻഷിഫിന് തോന്നുന്നു. മോനെ ഇരിക്കേ. ഉമ്മ ഇരിക്കൊന്നും വേണ്ട, അവനെന്നെ വിളിച്ചപ്പോഴേ നീ ഒന്ന് വീട്ടിലേക്ക് ചെല്ല് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു പോകുന്നില്ലാന്ന്. പെരുന്നാളൊക്കെ അല്ലേ, ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അവൻ്റെ നിർബന്ധത്തിന് വന്നതാണ്. ആയിക്കോട്ടെ മോനെ, അങ്ങനെ തന്നെ അല്ലേ, നമ്മളിപ്പോൾ പഴയ ഒരു ബന്ധമുണ്ട്, ശരിയാണ്, നമ്മളിപ്പോൾ കുടുംബ ബന്ധം പോലെ തന്നെയല്ലേ, ആ ഒരു ബന്ധം തകർക്കുന്നത് ശരിയല്ലല്ലോ, നമ്മളെപ്പോഴും ആ ഒരു സൗഹൃദം എന്നും നിലനിർത്തണം. എന്നാൽ അത് അൻഷിഫ് കേൾക്കുന്നു. ഒരു നിമിഷം അവൻ അപ്പോൾ പഴയ ബന്ധം വീണ്ടും നിലനിർത്തുവാനാണ് ഇവരുടെ പ്ലാനിങ്. ഡോക്ടർ സിനാൻ പറഞ്ഞത് ഒട്ടും തെറ്റല്ല, കണ്ടില്ലേ അൻഷിഫ് വിചാരിക്കുന്നു. എന്നാൽ ഈ സമയം ഷാമിൽ അളിയ എന്ന് പറഞ്ഞ് നേരെ അതാ അൻഷിഫിന്റെ കൈ പിടിക്കുവാൻ ഒരുങ്ങുന്നു. മനമില്ലാ മനസ്സോടു കൂടി അൻഷിഫ് കൈ കൊടുക്കുന്നു. എന്താ അളിയ, റാഹത്തല്ലേ? അല്ല, ഹോസ്പിറ്റലിൽ ഇന്ന് ലീവായിരിക്കും അല്ലേ? എന്നും ഡ്യൂട്ടി ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ, എനിക്കും വേണ്ടേ ജീവിതം. ശരിക്കും അൻഷിഫിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഷാമിലിന്റെ മുഖം വല്ലാതെ അങ്ങായി. അത് എന്തോന്ന് തട്ടിപ്പറയുന്ന പോലെ തോന്നി. ഇനിയിപ്പോ പിന്നെന്താ, സുഖല്ലേ? സുഖമൊക്കെ തന്നെ. ബുഷി, ഡോക്ടർ വിളിക്കുന്നു. ബുഷി, നീ ഒരുങ്ങിയോ? പോരുന്നില്ല നീ? അതെന്താ പെട്ടെന്ന്? ഷാമിലിന്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അവന് ഒന്നും മിണ്ടയില്ല. എന്താ കുറച്ച് സമയം വീട്ടിലേക്കൊന്ന് വന്നു പോകാം, വീട്ടിലേക്ക് പിന്നെ വരെ, ഇപ്പൊ തൽക്കാലം ഞങ്ങൾ പോട്ടെ. എന്നാൽ ബുഷി കരഞ്ഞു പറഞ്ഞു, ഇക്ക അതെന്താ പെട്ടെന്ന് പോകുന്നത്? ഉമ്മ പറഞ്ഞല്ലോ നാളെ മറ്റന്നാളൊക്കെ എത്തിയാൽ മതിയെന്ന്. ഇന്നിപ്പോൾ എന്താ ഇത്ര തിരക്ക്? ഉമ്മ വേണമെങ്കിൽ പോയിക്കോട്ടെ ഉമ്മാന്റെ വീട്ടിലേക്ക്.
നീ പോരുന്നുണ്ടോ ഇല്ലയോ അതെനിക്ക് കേട്ടാൽ മതി. എന്നാൽ അമ്മായിക്കൊക്കെ വല്ലാത്ത സങ്കടം. എടി പെണ്ണെ, നിന്റെ ഭർത്താവ് നല്ല കർഷകക്കാരനാണല്ലേ, ഇത്രയധികം ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്. പോരുന്നുണ്ടെങ്കിൽ വേഗം നീ ഇറങ്ങ്, അല്ലെങ്കിൽ എനിക്ക് പോകണം. അതെ, അവൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ശരിക്കും ബുഷി പെട്ടുപോയി എന്ന് തന്നെ പറയാം. അവൾക്ക് വല്ലാത്ത വിഷമായി. എന്നാൽ ഉമ്മാക്ക് ഭയം തോന്നി. പഠിച്ചോനെ, ഇപ്പോഴത്തെ ആണുങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഓല് ചിലപ്പം പോരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും മടിക്കൂല. എന്നാൽ ഉമ്മക്ക് വല്ലാത്ത സങ്കടം. മോളെ, എന്ത് ചെയ്യേണ്ടത്? മോള് പോവാണോ ഓൻ്റെ കൂടെ? എന്നാൽ അമ്മായി പറഞ്ഞു, മോളെ എൻ്റെ ഇപ്പം ഞാൻ 2 ദിവസമെങ്കിലും ഇല്ലെങ്കിൽ ഒരു ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരമേ വരുള്ളൂ. ഈ എന്തെത്ര പെട്ടെന്ന് പോകുന്നത്? കുറച്ച് സമയമെങ്കിലും നമുക്ക് ഒരുമിച്ച്. എന്താ മോളെ ഇങ്ങനെയൊക്കെ? അമ്മായിയുടെ വാക്ക് കേട്ട് ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. അല്ലെങ്കിൽ ഓന് ധൃതി ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പായി അയച്ചിട്ട് ഇപ്പോൾ എന്താ, നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് റൂമിൽ തന്നെയല്ലേ കിടക്കുക, അല്ലാതെ ഇപ്പോൾ. എന്നാൽ ഉമ്മ വന്ന് പറഞ്ഞു, അല്ല നിങ്ങളെന്താ ഇപ്പം തന്നെ പോവുകയാണോ? എന്തെത്ര തിരക്ക്? ഒന്നുമില്ല, എനിക്ക് പോകണം. എന്നാൽ ഷാമിലിനത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. എന്താ ബുഷിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാൽ ഉമ്മാക്കൊക്കെ അതുവരെയുള്ള മരുമകനെ കുറിച്ചുള്ള മതിപ്പില്ലാതെയായി. ഉമ്മ പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് കുറേ ആയില്ലേ, ഇന്നിവിടെ നിന്നോളിഞ്ഞേ, എന്താ ഇപ്പം ഇത്ര തിരക്ക്? എന്നാൽ അവൻ പറഞ്ഞു, അതെ എന്നാ ബുഷി ഇവിടെ വന്നോട്ടെ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതാ അൻഷിഫ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഷാമിലിനത് കണ്ടപ്പോൾ വല്ലാതെയായി. അതെ അളിയ, നിങ്ങൾ പോവല്ലേ? എന്തെങ്ങനെ? ബുഷി കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് പോയിക്കൂടെ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. എന്നാൽ അവൻ മറുത്തൊന്നും പറയാതെ നേരെ അതാ കാറിന്റെ ലോക്ക് ഓൺ ചെയ്തു. പെട്ടെന്ന് കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. പൊന്നു മോളെ, എന്ത് പോക്കാവോൻ പോയത്? എന്താ പോനെ അതിനെ മാത്രം ഇപ്പം ദേഷ്യം പിടിക്കാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായത്? മോനെ ഷാമിലേ, എന്തപ്പോൾ ഈ കണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിപ്പോൾ ഡോക്ടർക്ക് പറ്റിയത്? എത്ര പെട്ടെന്നാണ്! ഓ, ഇത്രക്ക് അഹങ്കാരാണോ? ഓഹ്, എന്നാ വേണ്ടില്ലായിരുന്നോ ഇങ്ങനത്തെ ബന്ധങ്ങളൊന്നും. ഇത്ര ബിസി ഉള്ളവരും തിരക്കുള്ളവരൊന്ന് അയാൾ വലിയ ഇടങ്ങാറിനാണ്. മോളെ ബുഷി, നിന്നോട് അവൻ പറഞ്ഞോ പോകുന്നത്? എന്നോട് പോരാൻ പറഞ്ഞില്ലേ? അപ്പോഴേക്കും പോയില്ലേ? പോട്ടെ, അങ്ങനെ പോട്ടെ. അങ്ങനെ അങ്ങോട്ട് വാശി പിടിച്ച് നിന്നാലോ? എന്താ ഉമ്മ വരെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് പോന്നാൽ മതി, ടൂർ ചെയ്യില്ലേയും പോയിക്കൊള്ളി എന്നൊക്കെ. ഓനക്കിപ്പോൾ എന്തിൻ്റെ കേടാ? ഇത്രമാത്രം വാശി പിടിക്കാനിപ്പോൾ എന്താ ഉണ്ടായത്? എന്നാൽ ബുഷി അതാ റൂമിൽ കയറി വാതിലടച്ചു. അവൾ വിതുമ്പിക്കരഞ്ഞു. മോളെ, മോളെ, അമ്മായി വിളിച്ചു. മോളെ, വാതിൽ തുറക്ക്. എന്താണ് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പറ, എന്തെങ്കിലും ഉണ്ടോ? അമ്മായി അവളോട് കുത്തി കുത്തി ചോദിച്ചു. എന്നാൽ അവൾ വിതുമ്പി കരയുകയാണ് ചെയ്തത്. എന്നാൽ ഈ സമയം ഷാമിലിനും അവിടെ വന്നിട്ട് വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ടായി. കാര്യം ഒന്നുമല്ല, അജ്മലിൻ്റെ പണിയാണ്. പക്ഷെ ഇത്രയും പെട്ടെന്ന് അളിയൻ തെറ്റിപ്പോകുന്നുവെന്നും ഞാൻ അറിഞ്ഞില്ല. അവൻക്ക് വല്ലാത്ത ഒരു വിഷമമായി. ബുഷി എല്ലാ രഹസ്യങ്ങളും അമ്മായിയോട് തുറന്നു പറയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.